ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരെയും കൊതിപ്പിക്കുന്ന റെസിപ്പിയാണ് നമ്മുടെ പാലട പായസം. പാലട പായസം ഇഷ്ടമില്ലാത്തവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മുടെ പാലട പായസം. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പാലട പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിന് മുന്നേ കുക്കറിൽ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ പാനിൽ വെച്ച് പാല് വറ്റിച്ചെടുത്തിട്ടാണ് ഈ പാലട പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അടപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നമ്മുടെ പാലട പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 100 ഗ്രാം അടയാണ് എടുക്കുന്നത്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ചെറിയ അടയാണ് കേട്ടോ, വളരെ ചെറിയ അടയാണിത്. ഇതുപോലത്തെ മട്ട അട വാങ്ങിക്കാൻ കിട്ടും. മട്ടയുടെ അടയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും നമ്മുടെ പായസം കാണാനായിട്ട്. ഈ അടയാണെങ്കിൽ നമ്മൾ പാല് കുറുക്കിയെടുക്കുമ്പോൾ കാണാൻ ഭംഗി തന്നെയാണ്, പക്ഷെ ടേസ്റ്റും ഉണ്ട്. ഈ അടയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രാൻഡ് നല്ല ബ്രാൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡിൻ്റെ അട വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ബ്രാൻഡ് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ വാങ്ങിച്ചോളൂ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര 1/4 കിലോ വരെ ചേർക്കാം. 1/4 കിലോ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും മധുരം താല്പര്യമില്ലെങ്കിൽ 200 ഗ്രാം പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ആദ്യം നമുക്ക് പാലും പഞ്ചസാരയും ചേർത്തൊന്ന് കുറുക്കി പാലിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അട ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പാലൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. 1.5 ലിറ്റർ പാലിന് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് പഞ്ചസാരയൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ പാലൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കറികൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളിലാണ് പാല് തിളപ്പിക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം പാല് തിളപ്പിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാത്രമാണെങ്കിലും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. പാല് പിരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പായസം ഉണ്ടാക്കുന്ന ഉരുളിയിലോ ഏതെങ്കിലും പാത്രങ്ങളിൽ തന്നെ പാല് തിളപ്പിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ പിരിഞ്ഞു പോവില്ല. പുളിയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങളാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. ഒട്ടും തന്നെ ആ പുളിയുടെ ഇത് ഉണ്ടാവരുത് നമ്മുടെ പാത്രങ്ങളിൽ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇനിയിപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരുമിച്ച് തന്നെ ചേർക്കരുത്, കുറച്ചായിട്ട് ചേർക്കുക കേട്ടോ. ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര വേഗം മെൽറ്റായി കിട്ടാനാണ് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ചേർക്കുന്നത്. പഞ്ചസാര മുഴുവൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് കുക്ക് ചെയ്തെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ പാട വരരുത്. അതുകൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 200 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് 250 ഗ്രാമാണ്. 250 ഗ്രാം ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ 200 ഗ്രാം എടുത്തിട്ട് ഒരു മീഡിയം മധുരത്തിൽ നിൽക്കുന്ന രീതിയിൽ പഞ്ചസാര എടുത്തത്. സൈഡ്സൊക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതൊരു 40 മിനിറ്റോളം കുറുകി വരുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ പാലട കറക്റ്റ് ആവുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അടയിട്ട് കൊടുക്കരുത്. നമ്മളിപ്പോൾ ആദ്യം ചേർത്ത പഞ്ചസാര മെൽറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും പഞ്ചസാര ചേർക്കാം. പിന്നെ കുറച്ചായിട്ട് പഞ്ചസാര ചേർക്കുക. ഇങ്ങനെ ചേർക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലിൻ്റെ മധുരം, പാല് കുറുകി വരുമ്പോൾ മധുരം നോക്കാം. മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു പ്രാവശ്യം പഞ്ചസാര ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും പഞ്ചസാര ചേർക്കുക. ഇതിനിടയിൽ ഇനി നമുക്ക് അട കുക്ക് ചെയ്യാൻ വയ്ക്കണം. അടയുടെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 1/2 മണിക്കൂറാണ് കുക്കിംഗ് ടൈം. അപ്പോൾ ആ അട കുക്ക് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ പാലട വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ സദ്യയിൽ പാലട കഴിക്കുമ്പോഴൊക്കെ അതിൽ കാഷ്യൂനട്ടും റൈസിൻസും ഉണ്ടാവാറില്ല. ബട്ടർ മാത്രമാണ് നമ്മൾ ചേർക്കാറുള്ളത്. ബട്ടറോ നെയ്യോ ചേർക്കാം. അത് മാത്രം ചേർത്താണ് നമ്മൾ ഈ പാലടയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര വീണ്ടും മെൽറ്റായി. നമുക്ക് ഇനിയും പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര കപ്പളവിൽ പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും കപ്പ് 250 ml 240 ml അങ്ങനെ 2 അളവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കപ്പളവിൽ പറയാതെ ഗ്രാം അളവിൽ പഞ്ചസാരയുടെ അളവ് പറഞ്ഞത് കേട്ടോ.
നമ്മളിങ്ങനെ ഒട്ടും കൈയെടുക്കാതെ ഇളക്കാൻ സമയമുള്ള സമയത്ത് മാത്രം നിന്ന് പായസം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ പായസം വേഗം തന്നെ റെഡി ആവണം എന്നുള്ള സമയത്ത് ഈ പായസം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇതിന് പകരം നമ്മുടെ പ്രഷർ കുക്കർ പാലട ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാം. നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ, സമയമുള്ളപ്പോൾ മാത്രമേ ഈ ഒരു പാലട ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ബാക്കിയിരിക്കുന്ന പഞ്ചസാര മുഴുവൻ ചേർക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയിരുന്ന പഞ്ചസാര മുഴുവൻ ചേർത്തു. ഇനി പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടത്. സൈഡ്സൊക്കെ ചേർത്ത് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സൈഡിലൊക്കെ പാൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരിക്കും. ആ പാല് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാലിങ്ങനെ കുറുകി വരുമ്പോൾ സൈഡിൽ പിടിച്ചിരിക്കുന്ന പാല് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് നമ്മളിങ്ങനെ ചേർത്ത് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിലേക്ക് തന്നെ അത് മിക്സ് ആയി വന്നോളും. അപ്പോൾ ഈ പഞ്ചസാരയും മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടയും കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ അട വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് അധികം വെക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അട ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അട, അതായത് ഒരു 100 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ഈ അട നമ്മൾ ആദ്യം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. അടയ്ക്ക് പശ ഉണ്ടെങ്കിൽ ആ പശ പോവാനും അതുപോലെ തന്നെ ചെറിയ പൊടികൾ ഉണ്ടാവും, ആ പൊടികളൊക്കെ പോവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അട ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അട കുക്കാവൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. നിങ്ങൾ വാങ്ങിക്കുന്ന അടയുടെ പാക്കറ്റിന്റെ പുറമെ എഴുതിയിട്ടുണ്ടാവും എത്ര സമയമാണ് കുക്കിംഗ് ടൈം എന്നുള്ളത്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന അടയുടെ പാക്കറ്റിൽ അരമണിക്കൂറാണ് കുക്കിംഗ് ടൈം എഴുതിയിട്ടുള്ളത്. ഞാൻ ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറക്കുള്ളൂ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് പാല് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് കുറുകി കളറ് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഒരു 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്കിത് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അടയ്ക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അട ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ അടയുടെ വേവ് മുഴുവൻ ആയതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അടയ്ക്ക് അധികം വേവില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ആ പാലും അടയും തമ്മിലൊന്ന് ചേർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മട്ടയുടെ അടയാണെങ്കിൽ ഈ പായസത്തിൽ കിടക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്നട്ടും റൈസിൻസും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ബട്ടർ ചേർത്താലും മതി, അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്താലും മതി ടേസ്റ്റ് കൂടാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ചേർക്കാം. ഞാൻ ഏലക്കയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഏലക്ക ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു മണം വരും. അപ്പോൾ നമ്മളിതാ ഏലക്ക പൊടിച്ചെടുത്തത് തൊലിയൊക്കെ മാറ്റിയിട്ട് ചേർക്കണം, തൊലിയോടുകൂടി ചേർക്കരുത്. ഇനി നമുക്ക് മധുരം നോക്കാം. മധുരം നോക്കിയിട്ട് മധുരം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും പഞ്ചസാര ചേർക്കാം. അപ്പോൾ അടയിലേക്ക് മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം കുറച്ച് ലൂസാണ്. കുറച്ചൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പായസം ഒന്ന് കട്ടിയായി വരും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പായസത്തിൻ്റെ കളറും അതുപോലെ തന്നെ തിക്നെസ്സും എല്ലാം കാണാം. ഇപ്പോൾ അട ഒന്ന് ആ മധുരം വലിച്ചെടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. ഇനി ചൂട് മാറി വരുമ്പോൾ കറക്റ്റ് പാകത്തിലായിക്കോളും. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിലുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ പായസം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇലയിൽ ഒഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിലാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി. ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ ചേർക്കണം കേട്ടോ. നെയ്യാവുമ്പോൾ കുഴപ്പമില്ല, ബട്ടർ ആകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പില്ലാതെയുള്ള ബട്ടർ എടുത്ത് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമ്മുടെ പായസം ഒന്ന് കുറുകി വരട്ടെ. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു.
ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. തിക്കായി കഴിഞ്ഞു പായസം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് കഴിക്കാൻ പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പായസം പാല് കുറുക്കി ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പാല് കുറുക്കിയിട്ട് ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും പാലട ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും കുക്കറിൽ ഈസി ആയിട്ട് പാലട ഉണ്ടാക്കുന്നതിനേക്കാൾ സമയമുള്ളപ്പോൾ ഇതുപോലെ പാല് കുറുക്കി തന്നെ പാലട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ പായസം എന്തായാലും ഉണ്ടാക്കി കഴിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും ഓണത്തിന് അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പാലടയെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ സദ്യ റെസിപ്പീസൊക്കെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. സദ്യ റെസിപ്പീസിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അത് കണ്ടിട്ട് ബാക്കിയുള്ള സദ്യ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.